എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ചും സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ പലവർഗങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ അരുവികളെ കുറിച്ചും ഹൂറുല്ലീങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെല്ലാം കേട്ടിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വിശാലതയും അതിന്റെ ഭംഗിയെക്കുറിച്ചും അവിടെ ഓരോ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും അതിന്റെ കവാടങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് വളരെ അത്ഭുതത്തോടെ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടിട്ട് വല്ലാതെ അത്ഭുതത്തോടെ ഇരിക്കുന്ന അനുചരന്മാരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രതിഫലം ഇങ്ങനെ പദവികൾ കൂടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബാ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമാണ്. ആ 100 വർഷത്തെ വഴിദൂരം പടച്ചവനെ സ്വർഗത്തിന്റെ പദവികൾ 1 മുതൽ 99 വരെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെന്ന് പറയുന്ന സ്വഹാബാ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്വർഗം ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവി അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ് സ്വഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ 100ാമത്തെ പദവിയെ കുറിച്ച് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ പടച്ചവനെ. ഈ പാതിരാത്രിയിൽ ഈ സദസ്സിൽ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും പാവപ്പെട്ട പെൺകുട്ടികളുടെ അതികാകെ നടത്തി കൊടുക്കുന്നതും ഇതിന്റെ പിന്നിൽ എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, അല്ലാഹുവേ 1 രൂപ സദഖ കൊടുത്താൽ പടച്ച റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ഇതിന് പകരം സ്വർഗം തരണേ പടച്ചവനെ, ഇതിന് പകരം എനിക്ക് സ്വർഗം തരണേ പടച്ചവനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യാ സ്വഹാബാ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് സ്വഹാബാ, ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന
സ്വർഗം ചോദിക്കണേ എന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യണം ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം അത് അല്ലാഹുവിന്റെ പ്രവാചകന് കിടക്കുന്ന സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗം കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി ദുആ ചെയ്യുന്നവരാ അല്ലാഹുവിന്റെ പ്രവാചകർ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം കിടക്കണേ എന്ന് ദുആ ചെയ്യുന്നവരാ എപ്പോഴാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ ആ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ വിശ്വാസികൾ ഇരു കരങ്ങളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയാ وبعثه مقاما معمودا الذي وعدت وارزقنا شفاعة يوم القيامة അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്യണം ബാങ്ക് വിളിച്ചതിനു ശേഷം വസീല തേടണം എന്റെ ശഫാഅത്ത് ചോദിക്കണം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യാ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ബാങ്ക് വിളിച്ചതിനു ശേഷം ആ ദുആയിക്ക് വല്ലാത്ത പ്രതിഫലമാണ് ആ ദുആയിക്ക് വല്ലാത്ത മഹത്വമാണ് പ്രവാചകൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്താൽ ബാങ്ക് വിളിച്ചതിനു ശേഷം എന്നോട് ശഫാഅത്ത് ചോദിച്ചാൽ എന്നെ വസീലയെ തേടിയാൽ അവന് നാളെ എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആരാ ദുആ ചെയ്യുന്നത് ബാങ്ക് വിളിച്ചതിനു ശേഷം ദുആ ചെയ്യുന്നവരുണ്ട് പക്ഷേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ നിനക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുമോ നിനക്ക് ആ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ പറഞ്ഞില്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് സംസാരിച്ചാൽ അവന്റെ ആഖിബത്ത് മോശമാകും അവന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്താൽ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും അറിയുന്നവരാണ് മദ്രസയിൽ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നവരാ പക്ഷേ നിസാരമായി തള്ളിക്കളയുന്നവരാ എങ്കിലും നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് കിടന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പടച്ചവനെ ഫോൺ വിളിച്ചാൽ പടച്ചവനെ ആ സമയത്ത് ഫോൺ വെക്കാതെ സംസാരിക്കുന്നവരാ എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാണ് 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു മനുഷ്യന് 6 സമയങ്ങളിൽ സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ 6 സമയങ്ങളിൽ സംസാരിക്കല്ലേ 6 സമയങ്ങളിൽ ദുനിയാവിന്റെ കാര്യം പറയല്ലേ ദുനിയാവിന്റെ
ദുനിയാവിന്റെ കാര്യം സംസാരിക്കല്ലേ, നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവുകയാ. ഒരു പ്രാവശ്യം സംസാരിച്ചാൽ നിന്റെ 30 കൊല്ലത്തെ അമലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, സംസാരിക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? മഹാനായ അലിയാര് തങ്ങൾ പറയുകയാ, അവിടുന്ന് പറഞ്ഞു തരികയാ, 6 സമയങ്ങളിൽ ഒന്നാമത്തെ സമയമേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അത് ബാങ്ക് വിളിക്കുന്ന സമയമാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ, എന്റെ പ്രിയമുള്ളവരെ, സംസാരിച്ചാൽ ആ ബാങ്കിന്റെ ജവാബല്ലാതെ മറ്റേതെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യന് സംസാരിച്ചാ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തില് 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, സഹാബാ, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ച ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ. പ്രവാചകനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ്? ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാ നബിയേ? ഈ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയിൽ കടന്നു പോകുന്ന ആ VIP ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സഹാബാ, ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗ്ഗത്തിന്റെ അവകാശി ആരെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാ. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000-ൽ പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവര് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാണ്. രണ്ടാമത്തെ അവകാശി ആരെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായവരുണ്ടല്ലോ. ആ ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗം തരണേ എന്നല്ല, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ വസീല തേടണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ബാങ്ക് വിളിച്ചതിന് ശേഷം 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കാൻ പാടില്ലാത്ത 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുമ്പോഴാണ്. ബാങ്ക് വിളിക്കുന്ന സമയം, ആ സമയത്തായിരിക്കും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും എല്ലാവരും ബാങ്ക് വിളിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 30 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. 2, എന്റെ വിഷയമല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ചാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 1ാമത്തെ സ്ഥലം ബാങ്ക് വിളിക്കുമ്പോഴാണ്. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി 5 സ്ഥലങ്ങളുണ്ട്, എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. വേണമെങ്കിൽ പറഞ്ഞുതരാം. കേൾക്കണോ? വേണ്ടേ? താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. ബാക്കിലുള്ളവർക്കൊന്നും വേണ്ടായിരിക്കും, കാരണം നിങ്ങൾ VVIPകളായിരിക്കും. നിങ്ങൾ 100ാമത്തെ സ്വർഗത്തിന്റെ മുകളിൽ 101 പോകാതിരിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാനൊന്നുമില്ല. ഒരൊറ്റ വട്ടം സംസാരിച്ച 30 കൊല്ലം. ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്തൊന്ന് സംസാരിച്ചാൽ എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി.
ഞാൻ എന്റെ 30 വയസ്സായി, 31ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച എന്റെ ആയുസ്സിൽ വഴുതു പറഞ്ഞതും പള്ളി കെട്ടിക്കൊടുത്തതും സദക്ക വാങ്ങിക്കൊടുത്തതും എല്ലാം പോയി. ഒറ്റ പ്രാവശ്യം സംസാരിച്ച പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയം. രണ്ട് അള്ളാഹുവെ പടച്ചവനെ, ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല. ഇൽമിന്റെ മജ്ലിസിൽ, ഇത് സ്വർഗമാണ്, നല്ല കാര്യം പറയുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. വഴുത് പറയുന്നത് കേൾക്കുക, ഇല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുക. ഇവിടെ ഇരുന്നിട്ട് വെറുതെ പ്രതിഫലം നഷ്ടപ്പെടുത്തിട്ട് ആവശ്യമില്ലാത്ത സംസാരം. പടച്ചവന് ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഉസ്താദ് വഴുതിന് പോകുമ്പോ ഈ മൊബൈൽ ഉപയോഗത്തെ കുറിച്ചൊന്ന് പറയണം. അവിടെ ഇരുന്ന് വാട്സപ്പ് പ്രയോഗം നടത്തുന്നവരാ അല്ലേ? ഇൽമു പറയുന്ന സദസ് മജ്ലിസുകളിൽ ഇരുന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിക്കാൻ പാടില്ല. 3, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ അള്ളാഹു പടച്ചവനെ സംസാരിക്കും. ബിസ്മിയൊന്നും ഓതത്തില്ല, വീണ്ടും ഓതര തന്നെ. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ സമയം, നമസ്കരിക്കുന്നതല്ല, നമസ്കാരത്തിന്റെ സമയത്ത് പോലും കൈകെട്ടാൻ വേണ്ടി കയറി നീയത്തൊക്കെ ചെയ്ത് എന്നിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ചർച്ചകളും നടക്കുന്നത് പള്ളിക്കാട്ടില്ല. ഖബറിന്റെ ചാരത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോയി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചിരുന്ന പച്ചയായ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അവന്റെ നെഞ്ചത്ത് വാശിയോടെ 3 പിടി മണ്ണും വാരി എറിഞ്ഞിട്ട് പറയാറുണ്ട്, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അവിടേക്ക് തന്നെ നിന്നെ മടക്കി എന്ന് പറഞ്ഞു മണ്ണും വാരി നെഞ്ചത്തിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കരുത്. ദുനിയാവിന്റെ കാര്യം സംസാരിക്കരുത്. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6ാമത്തത് ജനാസ കൊണ്ടുപോകുമ്പോ, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് അടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോ പുറകെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അതിന്റെ കൂടെ അവന്റെ പച്ചയിറച്ചി നിന്നോണ്ട് പോകുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ സ്വർഗത്തിൽ പോകത്തുള്ളൂ? പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകത്തുള്ളൂ? അവിടെ പോകാൻ വല്ല അവകാശമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില നല്ല കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന് ഫിർദൗസ് എന്ന സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും നാളെ പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന സ്വർഗത്തിലെ 100ാമത്തെ പദവിയിൽ നമ്മുടെ വാപ്പയായ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരില്ല, ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂടെ നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് എളുപ്പമായി അവിടെ എത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. ആ എളുപ്പ വഴി നമുക്ക് പഠിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഞാനൊരു എളുപ്പ വഴികൾ പറഞ്ഞു തരാം, ഒന്ന് കൂടെ കൂടിയാൽ മതി. നമുക്ക് ഇവരുടെ കൂടെ പോകാൻ, അവിടെ എത്താൻ ഒരു എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെ ഇരുന്നിട്ട് സഹിച്ച്, അവസാനം വരെ ഞാൻ പറയുന്നതെല്ലാം കേട്ട് സഹിച്ച് ഇവിടെ ഇരുന്നിട്ട് പിരിയുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ദിക്റുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് സ്വപ്നം കാണണോ? നമ്മുടെ മോഹമാണ് ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിം ഇല്ല. ഖബറിനകത്ത് കിടക്കുമ്പോ അവിടെയും നിനക്ക് പ്രവാചകനെ കാണാൻ കഴിയും. ദുനിയാവിൽ ജീവിക്കുമ്പോഴും പ്രവാചകനെ കാണാം, ഖബറിനകത്തും പ്രവാചകനെ കാണാം. നാളെ പരലോകത്ത് പ്രവാചകന്റെ സഹായം നിനക്ക് കിട്ടും. നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ പ്രവാചകന്റെ കൂടെ നിനക്ക് കടക്കാൻ കഴിയുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അതെല്ലാ ദിവസവും നീ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒരേ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്നത് ദുനിയാവിൽ റസൂലുള്ളാഹിനെ നിനക്ക് സ്വപ്നം കാണാൻ കഴിയും. ഖബറിനകത്ത് പോകുമ്പോ നിനക്ക് അതിനകത്തും കാണാം, റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകന്റെ സഹായം ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗ്ഗത്തിൽ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ കഴിയുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിനക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദിക്റും പറഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് ദുആ ചെയ്തു പിരിയാൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹത്തിനെ കുറിച്ച്, ആ 100ാമത്തെ പദവിയിലെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളാരാ? ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരാരാ നബിയേ? ഏത് നന്മയാ നബിയേ? ഏത് നന്മയാ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാതിരാത്രി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഈ പുണ്യമായ സദസ്സിന്റെ 4ാമത്തെ ദിവസം ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗ്ഗത്തിൽ നിനക്ക് കിടക്കണമെന്ന മോഹമുണ്ടോ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആയുസുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, 10 ആകട്ടെ, 20 ആകട്ടെ, 30 ആകട്ടെ, 40 ആകട്ടെ, 50 ആകട്ടെ, 60 ആകട്ടെ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അല്ലാഹു കൊടുത്താ അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഈ ബഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്, ഏതെങ്കിലും ഒരു 60-70 തികഞ്ഞ മരണം കാത്തിരിക്കുന്ന വാപ്പയ്ക്ക്, അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, എന്റെ ആയുസ് അല്ലാഹുവിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്? ഈ വഅദ് പറയുന്ന സിറാജുര് ഈ 31 വർഷം പടച്ചറപ്പിന് വേണ്ടി കൊടുത്തെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തരുന്ന ജീവിതത്തിന് വല്ലാത്ത വിലയാ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിൽ രണ്ടാമതൂതുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖബറിനകത്ത് നിന്നെഴുന്നേറ്റ് ഞാനും നിങ്ങളും എല്ലാവരും പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതി ചെമ്പിന്റെ തറയുണ്ടല്ലോ, തറയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹു എന്നോടും നിങ്ങളോട് നാളെ പരലോകത്ത് വെച്ച് പടച്ചറപ്പ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് തന്ന നിന്റെ ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അതിനുത്തരം പറയാതെ നീ വെച്ചിരിക്കുന്ന കാലം